ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെയാ. പക്ഷേ അച്ഛന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഈ കാര്യം അച്ഛനോട് പറയാൻ വയ്യ. എന്നേക്കാൾ കൂടുതൽ അച്ഛനെ അറിയാവുന്ന ആളല്ലേ ഡോക്ടർ. ഇക്കാര്യത്തില് അച്ഛനെ വേദനിപ്പിക്കാൻ ഡോക്ടർക്ക് കഴിയൂ? ഒരിക്കലും പറ്റില്ല. ഒരു മകളെപ്പോലെ എന്നോട് കാണിച്ച കരുതലിനും സ്നേഹത്തിനും ഞാൻ അച്ഛന് എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് അച്ഛനുള്ളതുകൊണ്ടാ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നന്ദനെ വേദനിപ്പിക്കാനും എനിക്ക് പറ്റില്ല. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും പരസ്പരം പിരിയാൻ പറ്റില്ല. ഒരർത്ഥത്തിൽ ഇക്കാര്യം അർച്ചന എന്നോട് സംസാരിച്ചത് നന്നായി. ആരോടെങ്കിലും ഇതൊന്ന് പറയാൻ കഴിയാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. ഇപ്പൊ മനസ്സിനൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഇതോടെ നഷ്ടപ്പെട്ടത് എന്റെ സമാധാനോ. നിങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല, പ്രത്യേകിച്ച് നന്ദേട്ടൻ. നന്ദേട്ടൻ അനുഭവിച്ച പീഡനങ്ങൾ അറിയാവുന്ന ആളാ ഞാൻ. ഇത്രയും കാലമായിട്ടും അതൊന്നും അച്ഛനോട് പറയാൻ കഴിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുക. എല്ലാം ആ വീടിന് വേണ്ടി, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി. അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ ഇറങ്ങി തിരിച്ചത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവന്തി ഏട്ടത്തി ആ വീട്ടിലെ മൂത്ത മരുമകളാ. 7 വർഷം മരുമകളെ ഉപേക്ഷിച്ച് മകൻ എവിടെയോ പോയി എന്നല്ലാതെ അത്രയും കാലം മരുമകൾ തന്നെ സ്വന്തം മകനെ പൂട്ടിയിട്ട് ഉപദ്രവിച്ചതാണെന്ന് അച്ഛൻ ഇപ്പോഴും അറിയില്ല. അതറിഞ്ഞ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. ഓരോ തവണയും അവന്തി ഏട്ടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കും. ജീവന് തുല്യം അച്ഛനെ സ്നേഹിക്കുന്നൊരു മകൻ, കുടുംബത്തിന്റെ അഭിമാനത്തിനും അച്ഛന്റെ സന്തോഷത്തിനും വേണ്ടി എല്ലാം സഹിക്കുന്നൊരു മകൻ, അതാണ് നന്ദേട്ടൻ. പക്ഷെ നന്ദനെക്കുറിച്ച് അർച്ചനയ്ക്ക് അറിയാത്ത ചിലതുണ്ട്. ആരോടും പറയരുതെന്ന് നന്ദൻ എന്നെ വിലക്കിയതാ. പക്ഷേ ഇപ്പൊ എനിക്ക് കാര്യം അർച്ചനയോടെങ്കിലും പറഞ്ഞേ പറ്റൂ. കുറച്ചു നാളുകളായി ഡിപ്രഷന് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളാ നന്ദൻ. എന്തൊക്കെ സംഭവിച്ചാലും നന്ദനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നാളെ ആ വെഡിങ് ആനിവേഴ്സറി ആഘോഷം നടക്കണം. നന്ദേട്ടൻ അതിൽ പങ്കെടുക്കണം. അച്ഛന്റെ ആഗ്രഹം നടക്കണം. ഡോക്ടർ തന്നെ ഇക്കാര്യം നന്ദേട്ടനോട് പറയണം. പറയാം, ഞാൻ പറയാം.